ഇന്ന് ഓഗസ്റ്റ് 28 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ജെഡിസ് കറണ്ട് അഫയേഴ്സ്. PSC UPSC കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഓരോ ദിവസം ജെഡിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് പത്രങ്ങളിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ, ആ വാർത്തകളുടെ കോണ്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ എല്ലാ തിങ്കളാഴ്ചയും ജെഡിസ് കറണ്ട് അഫയേഴ്സ് എന്ന ടെലിഗ്രാം ചാനലിൽ ഒരാഴ്ച വരുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകുന്നുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ലിങ്കും നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇന്ന് ഓഗസ്റ്റ് 28 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025. എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള എക്സസൈസ് ആണ്? ഏത് രാജ്യമാണ് എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ ഇത് കണ്ടക്ട് ചെയ്യുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 10 വരെ നടക്കുന്ന ബ്രൈറ്റ് സ്റ്റാർ 2025 എന്ന ബഹുമുഖ പരിശീലനത്തിൽ എത്ര ഇന്ത്യൻ സായുധ സേനാംഗങ്ങൾ പങ്കെടുക്കുന്നു? 700-ലധികം പേർ. മോർ ദാൻ 700 ആംഡ് ഫോഴ്സസ് ആണ്. അതായത് ആംഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ 3 ഫോഴ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആർമി, എയർഫോഴ്സ്, നേവി പങ്കെടുക്കുന്ന ഒരു മൾട്ടി ലാറ്ററൽ എക്സസൈസ് ആണ്. മൾട്ടി ലാറ്ററൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 2-ൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണ് മൾട്ടി ലാറ്ററൽ എക്സസൈസ്. ഇതിലാണ് ഇപ്പോൾ മോർ ദാൻ 700 പേഴ്സണൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെയും 700ഓളം ആളുകളാണ് ബ്രൈറ്റ് സ്റ്റാർ 2025 എന്ന എക്സസൈസിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 28 മുതൽ, അതായത് ഇന്ന് ആരംഭിക്കുകയാണ്, സെപ്റ്റംബർ 10 വരെയാണ് ഈ ഒരു എക്സസൈസ്. എല്ലാ 2 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സസൈസ് ആണ് എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ. ഏത് രാജ്യമാണ് ബ്രൈറ്റ് സ്റ്റാർ 2025 എന്ന ബഹുമുഖ പരിശീലനത്തിന് ആദ്യത്വം വഹിക്കുന്നത്? ഈജിപ്റ്റ്. ഈജിപ്റ്റ് ആണ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഈ എക്സസൈസ്, മൾട്ടി ലാറ്ററൽ എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ എന്ന എക്സസൈസ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. ബ്രൈറ്റ് സ്റ്റാർ 2025 എന്ന ബഹുമുഖ പരിശീലനത്തിന്റെ 19ാമത് പതിപ്പിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? 43 രാജ്യങ്ങൾ. 13 എണ്ണം നേരിട്ടുള്ള സൈനിക സംഘങ്ങളും 30 എണ്ണം നിരീക്ഷകരുമാണ്. ടോട്ടൽ 43 കൺട്രീസ്. അതിൽ 13 കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബാക്കി വരുന്ന 30 കൺട്രീസ് അതിൽ ഒബ്സർവേഴ്സ് ആണ്. അവരത് കേവലം നിരീക്ഷിക്കുകയുള്ളൂ. ഇതൊരു മൾട്ടി ലാറ്ററൽ എക്സസൈസ് ആണ്. 43 രാജ്യങ്ങൾ ഉള്ള ഒരു എക്സസൈസ് ആണ്. അതിൽ 13 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന, അതായത് ആ ഒരു ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന എക്സസൈസ് ആണ് ബ്രൈറ്റ് സ്റ്റാർ 2025. ഇത് 19ാമത്തെ പ്രാവശ്യമാണ് ഇത് നടത്തുന്നത്. ഈജിപ്ഷ്യൻ സായുധ സേനയുടെ കണക്കനുസരിച്ച് ബ്രൈറ്റ് സ്റ്റാർ 2025 എത്ര സൈനികർ പങ്കെടുക്കും? 7900-ലധികം സൈനികർ. 7900 ട്രൂപ്സ് ആണ്, സോൾജേഴ്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതായത് മൾട്ടി ലാറ്ററൽ എക്സസൈസ് ആണത്. കൂടാതെ തന്നെ ഇത് 3 സേനയും പങ്കെടുക്കുന്ന ഒരു ട്രി സർവീസ് എക്സസൈസ് ആണ്. അതായത് 3 സേനയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് ബ്രൈറ്റ് സ്റ്റാർ 2025. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ്സ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. അതായത് നിരവധി കുട്ടികളാണ് ഇപ്പോഴും ബയോമെട്രിക്, അതായത് ആധാർ അപ്ഡേഷൻ നടത്താത്തത്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ആധാർ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ സമയബന്ധിതമായി ഉറപ്പാക്കാൻ ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളോട് ഏത് അതോറിറ്റി ആവശ്യപ്പെടുന്നു? UIDAI, യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. നമുക്ക് ആധാർ നൽകുന്ന അതോറിറ്റിയാണ് UIDAI, അതായത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് UIDAI ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് 5 മുതൽ 15 വയസ്സുള്ള കുട്ടികൾ അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നും, ആധാർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗത്തേക്ക് നോക്കാതെയും അതൊരിക്കലും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വാർത്ത വന്നിട്ടുള്ളത്. കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആധാറിൽ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ ഏത് ആപ്ലിക്കേഷനാണ് സുഗമമാക്കുന്നത്? യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ്, UDISE+ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതാണ് ഇപ്പോൾ കുട്ടികൾക്ക് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ്സ് MBU അത് കൂടുതലായിട്ട് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. UIDAI പ്രകാരം 2025 ഓഗസ്റ്റ് 27 വരെ ഏകദേശം എത്ര കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ തീർപ്പാക്കാതെ കിടക്കുന്നു? നിയർലി 17 crore. ഏകദേശം 17 കോടി കുട്ടികൾ.
അതായത് കുട്ടികളുടെ ആധാർ എടുത്തതിന് ശേഷം പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യാറില്ല. ഇത് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് അവർ നീറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ അതുപോലെ എൻട്രൻസ് എക്സാമിനേഷനിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ ഉണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് ചെറിയ കുട്ടികൾ ആയിരിക്കും എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത ആധാറിൻ്റെ അത് വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അത് വളരെയധികം സഹായിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ഏതാണ്ട് 17 കോടി കുട്ടികളാണ് ഈ ഒരു കാര്യത്തിൽ പുറകിൽ നിൽക്കുന്നത് എന്നാണ് UIDAI, അതായത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഇന്ത്യസ് ബയോ ഇക്കോണമി ടു ടച്ച് 300 ബില്യൺ ബൈ 2030 സേസ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ബയോ ഇക്കോണമി $300 ബില്യൺ എത്തുമെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറയുന്നു. ഇന്നിപ്പോൾ ബയോ എക്കോണമി വളരെയധികം ഹൈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്ത തന്നെ എത്തനോൾ 20% ഇപ്പോൾ പെട്രോളിൽ ആഡ് ചെയ്ത കാര്യങ്ങളും ഇതെല്ലാം പറയുമ്പോൾ ബയോ പ്രൊഡക്ട്സ് ആണ്. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ബയോ ഇക്കോണമിയിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ 2030 ആകുമ്പോഴേക്കും $300 ബില്യൺ ബയോ ഇക്കോണമി ലെവലിലേക്ക് എത്തുമെന്നാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 27 യുവാക്കൾക്കും രാജ്യത്തെ ആദ്യത്തെ ദേശീയ ബയോ ഫൗണ്ടറി നെറ്റ്വർക്കിനും വേണ്ടി ബയോ E3 ചലഞ്ച് ആരംഭിച്ചത് ആരാണ്? കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് രാജ്യത്തെ ആദ്യത്തെ നാഷണൽ ബയോ ഫൗണ്ടറി നെറ്റ്വർക്ക് 6 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആരംഭിച്ചു. അതായത് ബയോ പ്രൊഡക്ട്സ് കൂടുതലായിട്ട് ഇനി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ ഐഡിയാസ് വരുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ്. രാജ്യത്തെ ആദ്യത്തെ നാഷണൽ ബയോ ഫൗണ്ടറി നെറ്റ്വർക്കും ഒപ്പം തന്നെ ബയോ E3 ചലഞ്ച് ഇതും ഉദ്ഘാടനം ചെയ്തു. 2014 $10 ബില്യൺ നിന്ന് 2024 വരെ ഇന്ത്യയുടെ ബയോ ഇക്കോണമി എത്രത്തോളം വളർന്നു? 2024 $165.7 ബില്യൺ. 2014 കേവലം $10 ബില്യൺ ആയിരുന്നു ബയോ ഇക്കോണമി. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വളർച്ച വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ പറയുമ്പോൾ ബയോ ഫെർട്ടിലൈസർ, ബയോഗ്യാസ്, ബയോ പ്ലാസ്റ്റിക്, നിരവധി കാര്യങ്ങളാണ് ബയോടെക്നോളജി മൂലം വളർന്നു വന്നിട്ടുള്ളത്. 2024 ആയപ്പോഴേക്കും $165.7 ബില്യണിലേക്ക് എത്തിയിട്ടുള്ള ഒരു വളർച്ചയാണ് ബയോ ഇക്കോണമിയിൽ. 2030 ആകുമ്പോഴേക്കും ഇത് $300 ബില്യൺ ഒരു ബയോ ഇക്കോണമി എന്ന ലെവലിലേക്ക് മാറും എന്നാണ് യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചിട്ടുള്ളത്. യുവ നവോന്യർക്കായി ഏത് വിഷയത്തിലാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ബയോ E3 ചലഞ്ച് ആരംഭിച്ചത്? സൂക്ഷ്മജീവികൾ, തന്മാത്രകൾ, അതിലേറെയും രൂപകൽപ്പന ചെയ്യുക. അതായത് മൈക്രോബ്സ്, മോളിക്യൂൾസ് ആൻഡ് കൂടുതലായിട്ട് അതിലേക്ക് ഡിസൈൻ ചെയ്യുക, പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുക, ബയോടെക്നോളജി കണ്ടുപിടിക്കുക. ഇത് രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതിനുവേണ്ടി യങ് ഇന്നോവേറ്റേഴ്സിനെ നൽകിയിട്ടുള്ള ഒരു തീം ആണ് ഡിസൈൻ മൈക്രോബ്സ്, മോളിക്യൂൾസ് ആൻഡ് മോർ എന്ന തീം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബയോ E3 ചലഞ്ച് ഫോർ യൂത്തിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ആർമി ഹോസ്റ്റ് സിവിൽ മിലിറ്ററി മെഡിക്കൽ എക്സസൈസ്. സൈന്യം സിവിൽ സൈനിക മെഡിക്കൽ അഭ്യാസത്തിന് ആദ്യത്വം വഹിക്കുന്നു. ഏത് സംസ്ഥാനത്ത്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിവിൽ മിലിറ്ററി മെഡിക്കൽ എക്സസൈസ് ആരംഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വടക്കു കിഴക്കൻ മേഖലയിലെ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ സൈന്യം 2025 ഓഗസ്റ്റ് 23 ആരോഗ്യ സേതു എന്ന പേരിൽ ഒരു സിവിൽ സൈനിക മെഡിക്കൽ ഫിഷൻ അഭ്യാസം നടത്തിയത്? ആസാം, ടിൻസുക്കി ജില്ല. ആസാമിലെ ടിൻസുക്കി ജില്ലയിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ആർമി നടത്തിയിട്ടുള്ള ഒരു മെഡിക്കൽ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു എക്സസൈസ്. ഇതിന്റെ പേരാണ് ആരോഗ്യ സേതു. യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ പല ലെവലിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ ഒരു ഫ്യൂഷൻ എന്ന എക്സസൈസിലൂടെ തന്നെയാണ് ഇന്ത്യൻ ആർമിയും സിവിൽ അതോറിറ്റീസ് തമ്മിൽ ഒരുമിച്ച് നടത്തിയിട്ടുള്ള ആരോഗ്യ സേതു എന്ന് പറയുന്ന ഈ എക്സസൈസ്. ഇത് നടന്നിട്ടുള്ളത് ആസാമിലെ ടിൻസുക്കി ഡിസ്ട്രിക്റ്റിലാണ്. 2025 ഓഗസ്റ്റ് 23 ഇന്ത്യൻ സൈന്യം നടത്തിയ സിവിൽ സൈനിക മെഡിക്കൽ ഫിഷൻ അഭ്യാസമായ ആരോഗ്യ സേതുവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സൈനിക സിവിലിയൻ ആരോഗ്യ സംരക്ഷണം തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തൽ, സ്ട്രെങ്തനിങ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ മിലിറ്ററി ആൻഡ് സിവിൽ ഹെൽത്ത് കെയർ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ ആർമിയുടെ ആസാമിൽ നടന്നിട്ടുള്ള ആ ഒരു എക്സസൈസ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അശ്വിൻ അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം IPL.
IPL നിന്ന് അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 പതിപ്പിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരന്റെ പേര് IPL നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. രവിചന്ദ്രൻ അശ്വിൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. രവിചന്ദ്രൻ അശ്വിൻ, സ്പിൻ ബോളറായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിൻ കഴിഞ്ഞ IPL, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള രവിചന്ദ്രൻ അശ്വിൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി IPL വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏത് വർഷത്തിലാണ് രവിചന്ദ്രൻ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്? 2024 ഡിസംബർ. കഴിഞ്ഞ വർഷം അശ്വിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു. അതായത് ഇന്റർനാഷണൽ മത്സരങ്ങൾ, ODI, വൺഡേ ഇന്റർനാഷണൽ, T20, ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അടുത്തൊരു വാർത്തയാണ് വരാൻ പോകുന്ന IPL-ലും ഇനി അശ്വിൻ കളിക്കില്ല എന്നുള്ള അനൗൺസ്മെന്റ്. 2025 ഓഗസ്റ്റ് 23 മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ആരുടെ ജീവവലിപ്പത്തിലുള്ള പ്രതിമകൾ അനാച്ഛാദനം ചെയ്തു? ശരത് പവാറും സുനിൽ ഗവാസ്കറും. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 23 മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ മുംബൈയിലുള്ള വാങ്കഡെ സ്റ്റേഡിയത്തിൽ രണ്ടുപേരുടെ സ്റ്റാച്യൂസ് ആണ് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. ഒന്ന് ശരത് പവാർ, പൊളിറ്റീഷ്യനും ഒപ്പം തന്നെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്ററും ആയിട്ടുള്ള ശരത് പവാറിൻ്റെയും, മറ്റൊന്ന് സുനിൽ ഗവാസ്കറിൻ്റെ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും അതുപോലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള ക്രിക്കറ്റ് താരമായിട്ടുള്ള സുനിൽ ഗവാസ്കറിൻ്റെ സ്റ്റാച്യൂസ് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.